വടക്കുംനാഥൻ്റെ മുന്നിൽ നിന്നാണ് ആഷ്മി നമുക്കൊപ്പം ചേരുന്നത്. ആഷ്മി, ഒരുപക്ഷെ ഈ പൂരനാളിൽ തൃശ്ശൂരിലെത്താത്ത പൂരപ്രേമി ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിശയോക്തിയല്ലാതെ അതാണ് പൂരത്തോടുള്ള അവരുടെ ആത്മബന്ധമെന്ന് വേണമെങ്കിൽ പറയാം. വിവരങ്ങൾ ഉറപ്പായും അതുതന്നെയാണ്. പൂരം നാളിൽ ഇങ്ങോട്ടേക്ക് എത്താത്ത ഒരു പൂരപ്രേമിയുമില്ല. ഇവിടെ ഈ ചേട്ടൻ 62 വർഷമായിട്ട് പൂരത്തിന് വരുന്നത്. അത്ര 62 വർഷമായിട്ട് കോവിഡ് മുടങ്ങി അതെല്ലാം മുമ്പ് എല്ലാം ഉണ്ട്. എല്ലാ തവണ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ കാണുമ്പോഴും പുതിയ പൂരം കാണുന്നില്ല. പുതിയത് ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ അടുത്തതിനെ പറ്റി ആലോചിക്കാൻ അപ്പം തന്നെ ഈ പൂരം ഉപചാരം ചൊല്ലി പിരിയുമ്പോ തന്നെ അടുത്ത പൂരം എന്നുള്ള ആകാംക്ഷയാണ്. പിന്നെ ഇനി ഈ പൂരം മടക്കുന്ന പരിപാടിയില്ല. ഇല്ല ആ പരിപാടിയില്ല. ഇത് ഒരിക്കലും മടുക്കില്ല. ചൂടും വെയിലും മഴയൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇതാണ് ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ 62 വർഷമായിട്ട് പൂരം കാണുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങളെ പൂരം കാണുന്ന നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ ദൂരദേശങ്ങളിൽ 49 വർഷം മുടങ്ങാതെ ഇത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ പൂരത്തിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് മനുഷ്യർ നമ്മളിവിടെ കണ്ടു. എസ്കേൻ എന്തായാലും ഇവിടെ പൂരം അതിന്റെ ആവേശത്തിന്റെ പരമാവധിയിലേക്കൊക്കെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കുന്നാഥ ഇവിടെ കണിമംഗലം ശാസ്താവ് അല്പസമയം മുമ്പാണ് തെക്കേ ഗോപുര നടയിൽ നിന്ന് പടിഞ്ഞാറേ നടയിലൂടെ ഇറങ്ങിപ്പോയത്. ഇനിയിപ്പോൾ ഓരോരോ ഘടകപൂരങ്ങളുടെ വരവാണ്. ചെമ്പൂക്കാവ് ഭഗവതി വരാൻ പോകുന്നത്. എസ്കേൻ ഇനിയിപ്പോൾ ആകാംക്ഷാപൂർവ്വമുള്ള കാത്തിരിപ്പ് ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവിനാണ്. അത് ചെമ്പൂക്കാവ് ഭഗവതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമല്ല എന്നെല്ലാവർക്കും അറിയാം. ആ തിടമ്പേറ്റുന്ന രാമന് വേണ്ടി കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ്. രാമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വികാരമാണ്. എസ്കേൻ രാമനെ വേണ്ടി കാണാൻ മാത്രം വരുന്ന ഈ പറഞ്ഞ 10-62 വർഷങ്ങളിൽ പൂരത്തിന് വന്നവർ എന്ന കാര്യം പറയുന്ന പോലെ ദീർഘവർഷങ്ങളിൽ രാമനെ കാണാൻ വേണ്ടി മാത്രം വരുന്ന രാമൻ എവിടെയുണ്ടോ അവിടെയാണ് പൂരം എന്നുള്ളതാണ്. അത് ഇത്തവണ നമ്മളത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെമ്പുക്കാവ് ഭഗവതി ഇറങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ തിരക്കാണ് രാമനെ കാണാൻ, രാമനെ ഒരു നോക്ക് കാണാൻ, ചമയങ്ങൾ ഒരുക്കുന്നത് കാണാൻ, തിടമ്പേറ്റിയുള്ള ആ വരവ് കാണാൻ, അങ്ങനെ ആനച്ചന്തത്തോടു കൂടിയുള്ള ഗജവീരന്റെ വരവ് കാണാനായിട്ട് ഒരുപാട് പേര് ഒപ്പം തന്നെ കൂടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെക്കേ ഗോപുര നടയിലാണ്. ഇവിടെ നിന്ന് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച അതിന്റെ ചിത്രം, ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ തെക്കോട്ടിറക്കത്തിന്റെ ഒരു സാമ്പിളാണ് നമ്മൾ. എവിടുന്ന തൃശ്ശൂർ നാർത്തറ പൂച്ചട്ടി പൂരം പൊളിക്കാനേ പൂരം നമുക്ക് നാക്കണ്ടേ ഒരു ഇയർലി വൺസല്ലേ ഉള്ളൂ പൂരം. അപ്പൊ നന്നായിട്ട് ആഘോഷിക്കുക. ശ്രീകാന്ത് കൂടി നമുക്ക് ശ്രീകാന്ത്, വർണ്ണപ്പൊലിമയുള്ള ഒരുപാട് കാഴ്ചകൾ തൃശ്ശൂർ പൂരം നമുക്ക് സമ്മാനിക്കും. പാറമേക്കാവിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തിടമ്പേറ്റി ആനകൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന പാറമേക്കാവിൻ്റെ ദൃശ്യപ്പൊലിമ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്കൊപ്പം ശ്രീകാന്ത് കൂടി ചേരുന്നു. ശ്രീകാന്ത്, പറഞ്ഞോളൂ. ഈ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് തൃശൂർ പൂരത്തിലെ ഓരോ പൂരപ്രേമിയും കാത്തു നിന്നത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഇതാ ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പാറമേക്കാവ് ഭഗവതിയുടെ തിരുമുറ്റത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കാഴ്ച ഒരു നോക്ക് കാണാൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ ആ തിടമ്പേറ്റ് നിൽക്കുന്ന കാഴ്ച കാണാൻ, രാമന്റെ ആ തലയെടുപ്പൊന്ന് കാണാൻ പുരുഷാരമാകെ ഇവിടെ ഒഴുകിയെത്തുകയായിരുന്നു. രാവിലെ മുതൽ ഇതാ പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഞാനും പറയുന്നുണ്ടായിരുന്നു, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള ഒരു ആനകളിൽ ഒന്നാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഒരുപക്ഷെ ഇവിടെ വരുന്ന മുഴുവൻ പൂരപ്രേമികളെയും ആകർഷിക്കുന്ന ഈ തലയെടുപ്പുള്ള കൊമ്പൻ, അതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അവരതാ നടുക്ക് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി അവന്റെ ആ നിൽപ്പൊന്ന് നോക്കൂ എസ്കേൻ, അവന്റെ ആ തലയെടുപ്പൊന്ന് നോക്കൂ എസ്കേൻ, അവന്റെ ആ മസ്തകമുയർത്തിയുള്ള നിൽപ്പ് അതൊന്ന് കാണൂ എസ്കേൻ. അതാണ് ഈ പൂരത്തിന്റെ കൊഴുപ്പ്, അതാണ് ഈ പൂരത്തെ എത്രയോ ആളുകളെ ഈ പൂരത്തിലേക്ക് ആകർഷിക്കുന്ന അതിന്റെ പൊലിമ. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ ഈ പൂരത്തിലെ മേളം ഇങ്ങനെ ആസ്വദിച്ച് തന്റെ വട്ടച്ചെവികൾ ആട്ടി അവരിങ്ങനെ നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ് എസ്കേൻ. ഇത് പറയാനുള്ളത്, ചെമ്പൂക്കാവ് ഭഗവതി രാവിലെ 7 മണിയോടെയാണ് ക്ഷേത്രത്തിൽ നിന്നും 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ പുറപ്പെട്ട് ജവഹർ ബാലഭവൻ ജംഗ്ഷനിലെത്തി ടൗൺ ഹാൾ റോഡ് വഴി ഇപ്പോൾ ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലായി എത്തിയിട്ടുള്ളത്. ഇനി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വഴി അകത്ത് കടന്ന് തെക്കേ ഗോപുരത്തിന് ഉൾവശത്ത് പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തെക്കേ ഗോപുരം ഇറങ്ങി മേളം കലാശിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും മറ്റ് അവനൊപ്പമുള്ള ആനകളുടെയും ദൃശ്യങ്ങളാണ്. എത്ര മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആ കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്.
ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കുന്ന മനോഹരമായ ദൃശ്യവിസ്മയമാണ് ഇപ്പോൾ കാണുന്നത്. തലയെടുപ്പുള്ള ഈ ആന ലോകത്തെ ആനപ്രേമികൾക്കെല്ലാം ആവേശം പകരുന്നതാണ്. ഒരുപക്ഷെ ഈ പൂരപ്പറമ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതൊരു കൊച്ചു മിനി പൂരമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കുന്ന കാഴ്ചയിലേക്കാണ് പ്രേക്ഷകർ അവരുടെ ശ്രദ്ധ പോകുന്നത്.